അഹമ്മദാബാദ് എയർ ഇന്ത്യ ഡ്രീംലൈനർ ദുരന്താന്വേഷണത്തിൽ വിമാനത്തിന്റെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിന് കേടുപാടുകളോ അസാധാരണത്വമോ ഇല്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെളിപ്പെടുത്തിയതോടെ പൈലറ്റ് അസോസിയേഷനുകളുടെ നിലപാടുകൾ വീണ്ടും വലിയ ചർച്ചയാകുന്നു. അപകടത്തെയും തുടർന്നുണ്ടായ അന്വേഷണത്തെയും മുൻനിർത്തി മുതിർന്ന വ്യോമയാന നിരീക്ഷകൻ ജേക്കബ് ഫിലിപ്പ് പങ്കുവച്ച നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ കൊല്ലം ജൂൺ 12-ന് അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാനാപകട അന്വേഷണത്തെപ്പറ്റി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹൽ രാജ്യസഭയിൽ JB മെത്തറുടെ ചോദ്യത്തിന് ഉത്തരമായി തിങ്കളാഴ്ച ഒരു കാര്യം പറഞ്ഞിരുന്നു. അമേരിക്കയിലെ സിയാറ്റലിലുള്ള ബോയിംഗ് ഫാക്ടറിയിൽ കൊണ്ടുപോയി നടത്തിയ പരിശോധനയിൽ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾക്ക് കുഴപ്പമെന്തെങ്കിലും ഉള്ളതായി കണ്ടില്ല എന്ന ഈ മറുപടിയെപ്പറ്റി ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സംഘടനകളുടെ പ്രതികരണം ഒന്നും ഇതേവരെ കണ്ടില്ല. അപകട അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അപകടത്തിന്റെ പിറ്റേ മാസം പ്രസിദ്ധീകരിച്ചപ്പോൾ പൈലറ്റുമാരുടെ സംഘടനകൾ അപകട അന്വേഷണ ഏജൻസിയായ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന AIBക്ക് എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം സമാനതകൾ ഇല്ലാത്തതായിരുന്നു. വിമാനം പറന്നുയർന്ന ഉടൻ ഇന്ധന സ്വിച്ചുകൾ ഓൺ എന്ന നിലയിൽ നിന്ന് ഓഫ് എന്ന നിലയിലേക്ക് മാറിയെന്നും അതിനുശേഷം ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് നിങ്ങൾ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുകയും ഞാനിങ്ങനെ ചെയ്തില്ല എന്ന് മറ്റേ പൈലറ്റ് മറുപടി പറയുകയും ചെയ്തു എന്നുമുള്ള വസ്തുതകൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എഴുതി വച്ചു എന്നതായിരുന്നു AIB ചെയ്ത തെറ്റ്. ഈ റിപ്പോർട്ട് വായിച്ചാൽ പൈലറ്റുമാരിൽ ഒരാൾ മനഃപൂർവ്വം വിമാനം അപകടത്തിൽപ്പെടുത്തിയതാണ് എന്ന് തോന്നുമെന്നും അതുകൊണ്ട് അന്വേഷണം മൊത്തം തെറ്റായ ദിശയിലാണെന്നും അന്വേഷകർക്ക് ഈ വിമാനത്തെപ്പറ്റി കാര്യമായ ധാരണ ഒന്നുമില്ലെന്നും അന്വേഷണ സമിതിയിൽ ഇത്തരം വിമാനങ്ങളുടെ പൈലറ്റുമാരും മറ്റ് വിദഗ്ധരും ഇല്ലെന്നും തുടങ്ങി ഈ ഒരു കൊല്ലം കൊണ്ട് അന്വേഷകർക്കും അന്വേഷണത്തിനും എതിരെ കിട്ടാവുന്ന എല്ലാ മാധ്യമങ്ങളിലൂടെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൈലറ്റുമാരുടെ സംഘടനകൾ അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് അതിനു പുറമെയാണ്. ആരെങ്കിലും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞിട്ടില്ലെന്നും അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്നും മാധ്യമങ്ങൾ പലതരത്തിൽ റിപ്പോർട്ട് വ്യാഖ്യാനിക്കുന്നതിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്നുമുള്ള AIBയുടെ പത്രക്കുറിപ്പ് അങ്ങനെ അവഗണിക്കുകയും ചെയ്തു. വൈദ്യുതി തകരാർ, എഞ്ചിൻ ട്രസ്റ്റ് കൺട്രോൾ മൊഡ്യൂളിലെ പിഴവുകൾ, സ്വിച്ചുകളുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിൽ കമ്പ്യൂട്ടറുകൾക്ക് പറ്റിയ തെറ്റ്, എഞ്ചിനുകളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറിനുണ്ടാവുന്ന മറ്റു തകരാറുകൾ തുടങ്ങിയവ എന്തെങ്കിലും കാരണത്താൽ അപകടം ഉണ്ടാകാമെന്നും അഥവാ ഇനി പൈലറ്റുമാർ സ്വിച്ചുകൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്തതാകാനാണ് സാധ്യത എന്നും തുടങ്ങി എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ്സ് അസോസിയേഷനും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സും ഒരു കൊല്ലമായി ഉയർത്തുന്ന വൈവിധ്യമാർന്ന വാദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായി തോന്നുക. പൈലറ്റുമാരിൽ ഒരാൾ സ്വമേധയാ വിമാനത്തിന്റെ എഞ്ചിനുകൾ ഓഫ് ചെയ്തു. ഈ ഒരൊറ്റ കാരണമൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും അപകട കാരണമായി സ്വീകരിക്കാൻ ഇവർ തയ്യാറാണ്. ആ കാരണങ്ങൾ ഒരെണ്ണം പോലും യുക്തിസഹമായി വിശദീകരിക്കാനാവാതെ വരുമ്പോൾ അന്വേഷണ സമിതി സിമുലേറ്ററിൽ അന്നത്തെ പറക്കൽ പുനരാവിഷ്കരിക്കണം എന്ന വിചിത്രമായ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പൈലറ്റ് സംഘടനകൾ. നൂറുകണക്കിന് വിമാന അപകടങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തോട് എങ്ങനെയാണ് ഒരു അപകടം അന്വേഷിക്കേണ്ടത് എന്ന് അപകടത്തിൽ വ്യക്തമായി താല്പര്യങ്ങളുള്ള ഒരു സംഘം ആൾക്കാർ നിർദ്ദേശിക്കുന്നതിൽ എന്തെങ്കിലും അനൗചിത്യമുണ്ട് എന്നിവർക്ക് തോന്നുന്നതേയില്ല. വിമാനത്തിന്റെ മരിച്ചുപോയ ക്യാപ്റ്റന്റെ 90 വയസ്സായ പിതാവിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുപ്പിച്ചതും ഈ സംഘടനകൾ തന്നെയാണ്. ഒരു വിമാന അപകട അന്വേഷണ സമിതിയിലും അംഗങ്ങളായി പൈലറ്റുമാർ ഉണ്ടാവാറില്ല എന്നും സാങ്കേതിക കാര്യങ്ങൾ സമിതി അംഗങ്ങളല്ലാത്ത വിദഗ്ധ പൈലറ്റുമാരോട് അപ്പോഴപ്പോൾ ചോദിച്ചറിയുകയാണ് പതിവെന്നും അറിയാമെങ്കിലും ബോയിംഗ് 787 പൈലറ്റുമാരില്ലാതെയാണ് അന്വേഷണം നടത്തുന്നത് എന്ന് മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു ഇവർ. കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ കോർട്ട് ഓഫ് എൻക്വയറിയിലാണ് വേണ്ടതെന്നായിരുന്നു മറ്റൊരാവശ്യം. 2010-ലെ മംഗലാപുരം വിമാന അപകടം വരെ ഇന്ത്യയിൽ അപകട അന്വേഷണം നടത്തിയിരുന്നത് കോർട്ട് ഓഫ് എൻക്വയറി ആയിരുന്നു. അബദ്ധങ്ങളുടെയും പിടിപ്പുകേടിന്റെയും ഘോഷയാത്ര തന്നെയായിരുന്ന ആ അപകട അന്വേഷണത്തിന് ശേഷമാണ് രാജ്യാന്തര വ്യോമ ഗതാഗത സംഘടനയുടെ ചട്ടം അനുസരിച്ച് ഇന്ത്യയിലും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സ്ഥാപിതമായത് എന്ന കാര്യം പൈലറ്റ് സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് അറിയാത്തതല്ല. തിരിച്ചു പറയാനും വാദിക്കാനും പരിമിതികളുള്ള അന്വേഷണ സമിതിക്ക് എതിരെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണ ബുള്ളിയിങ്ങിനും വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള സമ്മർദ്ദം ചെലുത്തലിനും ഒരു കാരണമേ ഉള്ളൂ. കൂട്ടത്തിൽ ഒരാൾ മൂലമാണ് ഈ അപകടം ഉണ്ടായത് എന്നെങ്ങാനും അന്വേഷണ സമിതി ഒടുവിൽ എഴുതി വച്ചാലോ എന്ന ഭീതി.